പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇനി എന്താ പ്ലാൻ? ബിടെക് എടുക്കാനാണോ അതോ BC എടുക്കാനാണോ ഡിഗ്രി എടുക്കാനാണോ? നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നുണ്ടായിരിക്കും അല്ലേ? ഇപ്പൊ ഒരു മേജർ ഡിസിഷൻ എടുക്കേണ്ട പോയിന്റിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഇനി ഡിഗ്രി എടുക്കണമോ അതോ ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള പാത്തിൽ പോകണോ, IT ഫീൽഡിൽ പോകണോ, നിങ്ങളുടെ പാരന്റ്സ് പറയണ കേട്ട് പോകണമോ, അതോ നിങ്ങളുടെ സ്വന്തം പാഷൻ അനുസരിച്ച് പോകണോ എന്നൊക്കെ ഞാനിന്ന് ഇവിടെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കുറെ മോട്ടിവേഷൻസ് അല്ല, 2024 പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് റിയാലിറ്റീസ് ആണ്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്തൊക്കെ അവോയ്ഡ് ചെയ്യണമെന്നും പിന്നെ കുറച്ച് സ്മാർട്ട് ആയിട്ടുള്ള ഓപ്ഷൻസും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കേണ്ടി വരത്തില്ല. പക്ഷെ എന്നാൽ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കറന്റ് സിറ്റുവേഷൻസും കുറെ റിയാലിറ്റീസും നിങ്ങൾക്ക് മനസ്സിലാവും. ഈ റിയാലിറ്റീസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ പേടിപ്പിക്കാനോ അല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ റിയാലിറ്റീസ് എല്ലാം പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ള 3 ഓപ്ഷൻസും കൂടെ ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് അല്ലെന്നുണ്ടെങ്കിൽ നല്ല കരിയർ സെറ്റ് ചെയ്യാമെന്ന്. അത് മാത്രമല്ല, ഈ വീഡിയോ അവസാനം വരെ കാണുന്നവർക്ക് ഒരു ബോണസ് ടിപ്പും കൂടെ പറഞ്ഞുതരാം. ഈ ബോണസ് ടിപ്പ് കൊണ്ട് നിങ്ങൾക്ക് എന്താ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറയാൻ പോകുന്ന 3 ഓപ്ഷൻസിൽ 2 ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ആ ബോണസ് ടിപ്പ് അപ്ലൈ ചെയ്യാം. അപ്പൊ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇറ്റ്സ് മീ ജോബിൻ സൽവാനോസ്. മോസ്റ്റ്ലി പ്ലസ് ടു കഴിയുന്ന സ്റ്റുഡൻസ് എല്ലാവരും ഡിസിഷൻ എടുക്കുന്നത് ഒരു ക്ലാരിറ്റിയോടെ അല്ല, പ്രഷറോടെ ആയിരിക്കും. കാരണം റിലേറ്റീവ്സ് പറയും ഡിഗ്രി എടുക്കണ്ടേ, പാരൻസ് ചോദിക്കും ഒരു സേഫ് ഓപ്ഷൻ ചൂസ് ചെയ്യണ്ടേ, നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ് പറയും എടാ ഞാൻ ഇവിടെ ചേർന്നു, നീയും ഇവിടെ തന്നെ ചേർന്നു, നമുക്ക് ഒരുമിച്ച് പോവാം, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും. പക്ഷേ എല്ലാവരും ചോദിക്കാത്ത ഒരു ചോദ്യമുണ്ട്, ഈ 3-4 വർഷം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സർട്ടിഫിക്കറ്റ് ആണോ, സ്കില്ലാണോ, അത് ജോബ് റെഡിനെസ് ആണോ, അതോ നമുക്ക് ഇൻകം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ബേസ് ആണോ? ഈ ഒരു ചോദ്യം ചോദിക്കാതിരുന്ന ഒരു 3-4 വർഷം കഴിഞ്ഞാലും നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന സെയിം സ്പോട്ടിലായിരിക്കും, കൺഫ്യൂസ്ഡ് ആയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു പൊസിഷനിലായിരിക്കും. കാരണം ഇന്നത്തെ കാലത്ത് സ്കില്ലാണ് മെയിൻ. കമ്പനീസ് എല്ലാം സ്കില്ലുള്ളവരെയാണ് ഹയർ ചെയ്യുന്നത്. ഒരാൾക്ക് സ്കില്ലുണ്ട്, ഒരാൾക്ക് ഡിഗ്രി മാത്രമുണ്ട്. ആ പുള്ളിക്ക് സ്കില്ല് ബിൽഡ് ചെയ്യാൻ ഈ 3-4 വർഷത്തിൽ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ കമ്പനി ഒബിയസ്ലി സ്കില്ലുള്ള ഒരാളെ ചൂസ് ചെയ്യത്തുള്ളൂ. കമ്പനിക്ക് ആക്ച്വലി പണി ചെയ്യിപ്പിക്കാവുന്നതാണ്. അപ്പൊ പണി ചെയ്യാൻ അറിയാവുന്ന ഒരാളെ കമ്പനി ഹയർ ചെയ്യത്തുള്ളൂ. അത് മാത്രമല്ല, ഞാൻ നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടും കൂടെ കാണിച്ചു തരാം. ഇന്ത്യൻ ഗ്രാജുവേറ്റ് സ്കിൽ ഇൻഡെക്സ് 2025 പ്രകാരം 42.6% സ്റ്റുഡൻസ് മാത്രമാണ് എംപ്ലോയബിൾ. അതായത് ഒരു 100 സ്റ്റുഡൻസ് ഗ്രാജുവേറ്റ്സ് ആയി ഇറങ്ങിയാൽ അതിൽ 57 പേർക്ക് ജോലി കിട്ടത്തില്ല. അത് ഈ റിപ്പോർട്ട് പറയുന്നത് എഞ്ചിനീയറിംഗോ CS റിലേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് എഞ്ചിനീയറിംഗിൽ ജോബ് കിട്ടുന്നില്ലെന്നല്ല, ആ ഒരു സ്റ്റുഡന്റ് എംപ്ലോയബിളേ അല്ലെന്നാണ്. അപ്പോൾ ആ ഒരു ഫോർമുലയാണ് സ്റ്റുഡൻസ് മനസ്സിലാക്കേണ്ടത്. ഡിഗ്രി ഈക്വൽ ടു ഓട്ടോമാറ്റിക് ജോബ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾക്ക് ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡിഗ്രി മാത്രം പോരാ. ഞാൻ ഈ പറയുന്നത് ഡിഗ്രിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടല്ല, പക്ഷെ നിങ്ങൾ ഈ വീഡിയോ കുറച്ചും കൂടെ കാണുമ്പോൾ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് തന്നെ കിട്ടും. പിന്നെ ഉള്ളൊരു പ്രോബ്ലം ഡിഗ്രി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഈ സ്റ്റുഡൻസ് എല്ലാവരും ഡിഗ്രിക്ക് എക്സാം പാസ്സാവാൻ വേണ്ടി മാത്രമാണ് പഠിക്കുന്നത്. ശരിക്കും അങ്ങനെയാണോ വേണ്ടത്? പക്ഷെ അങ്ങനെയാണ് കോളേജസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കോളേജസ് ഉണ്ടാക്കി എന്തിനാ? ഫാക്ടറി വർക്കേഴ്സിനെ ബിൽഡ് ചെയ്യാനാ. അതുപോലെ തന്നെ കോളേജസും ഒരു ഫാക്ടറി പോലെയാണ്. അതിന്റെ പ്രൊഡക്റ്റ് ലൈനിൽ ഇറങ്ങുന്ന ഓരോ പ്രൊഡക്റ്റും ആണ് സ്റ്റുഡൻസ്. എല്ലാവർക്കും ഒരുപോലെ A ഗ്രേഡ് കിട്ടണമെന്നും ടോപ്പിക് എല്ലാം കാണാപ്പാഠം പഠിക്കണമെന്നും ഈ ഒരു രീതിയിലാണ് നമ്മുടെ സ്കൂളിംഗ് സിസ്റ്റവും കോളേജസും എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ പോട്ടെ, ഇതൊന്നും ഒരു പ്രശ്നമല്ലെന്ന് തന്നെ കൺസിഡർ ചെയ്തോ. പക്ഷെ നമ്മുടെ ടീച്ചേഴ്സിന്റെ കാര്യം ഒന്ന് നോക്കിയേ. മോസ്റ്റ് ഓഫ് ദി ടീച്ചേഴ്സിനും ഇൻഡസ്ട്രി എക്സ്പേർട്ട് ഇല്ല, സബ്ജക്റ്റിനോട് ഇൻട്രസ്റ്റ് ഇല്ല. പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അവർ പഠിച്ച സെയിം ടെക്സ്റ്റ് ബുക്ക്, സെയിം സിലബസ് തന്നെയാണ് നമ്മളെയും പഠിപ്പിക്കുന്നത്. അത് അവരുടെ പ്രോബ്ലം ആണോ? ടീച്ചേഴ്സിന്റെയും പ്രോബ്ലം അല്ല. എഡ്യൂക്കേഷൻ സിസ്റ്റം അവരെയും ഫെയിലാക്കിയതാണ്. അവർക്കൊരു മൊബൈൽ ആപ്പ് ബിൽഡ് ചെയ്യാൻ അറിയാവോ? ടെക്നോളജിയിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇൻഡസ്ട്രിയിൽ ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടോ? അല്ലെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയിൽ എന്ത് ചേഞ്ച് നടന്നാലും അതൊന്ന് ക്ലാസ് റൂമിലോട്ട് എത്തിക്കാൻ വേണ്ടിയുള്ള അറ്റ്ലീസ്റ്റ് ആ ഒരു അറ്റംപ്റ്റ് എങ്കിലും നടത്തുന്നുണ്ടോ? ഇല്ല. ഒരു 95% ടീച്ചേഴ്സും അത് ചെയ്യുന്നില്ല. ഒരു 5% ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ട്. ആ ടീച്ചേഴ്സിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ലക്ക് വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടത് ടീച്ചേഴ്സ് അല്ല, മെന്റേഴ്സ് ആണ്. കാരണം ടീച്ചേഴ്സ് വന്ന് നിങ്ങളെ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസും അത്യാവശ്യം വേണ്ട കുറച്ച് ഫണ്ടമെന്റൽസും പഠിപ്പിച്ചിട്ടോ. പക്ഷെ മെന്റേഴ്സ് അങ്ങനെയല്ല. മെന്റേഴ്സ് അവർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവർ നമുക്ക് റിയലി പറഞ്ഞു തരും ഇതാണ് ആക്ച്വലി ഇൻഡസ്ട്രിയിൽ വേണ്ടത്, ഇത് നിങ്ങൾ ചെയ്യരുത്, അത് ഔട്ട്ഡേറ്റഡ് ആണ്. അല്ലെന്നുണ്ടെങ്കിൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം. ഇങ്ങനെ റിയൽ ആയിട്ടുള്ള ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള അഡ്വൈസ് അവർക്ക് നമുക്ക് തരാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഒരു 95% ട്രഡീഷണൽ പാത്ത് ചൂസ് ചെയ്യുന്നവരും ഫെയിൽ ആവുന്നത്. കാരണം ഈ കാൻഡിഡേറ്റ്സിന് കമ്പനികൾ നോക്കുന്ന വാല്യൂസ് കാണത്തില്ല. എന്തൊക്കെയാണ് ഈ കമ്പനീസ് നോക്കുന്ന വാല്യൂസ്?
പ്രോബ്ലം സോൾവിങ് സ്കില്ലുണ്ടോ, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടോ, റിയൽ പ്രൊജക്ട്സ് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു റിയൽ പ്രൊജക്ട് നമുക്ക് കിട്ടിയത് ചെയ്യാൻ പറ്റുമോ, നമുക്ക് കൺസിസ്റ്റൻസി ഉണ്ടോ, ഇന്നത്തെ ഈ എയുടെ കാലത്ത് ടൂൾസ് യൂസ് ചെയ്യാൻ അറിയാമോ, അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ്ലി പുതിയ കാര്യങ്ങൾ പഠിച്ച് കമ്പനിയിൽ ഓരോ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ. കാരണം ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പുതിയ ടെക്നോളജി ഇറങ്ങിയാൽ അത് നമ്മൾ ഇൻഡിപെൻഡന്റ്ലി പഠിക്കണം. അങ്ങനെ തന്നെയാണ് എല്ലാ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സും പഠിക്കുന്നത്. നമുക്ക് എല്ലാം കൊണ്ടൊന്ന് എപ്പോഴും സ്പൂൺ ഫീഡ് തരാൻ ആരും കാണത്തില്ല. അതും ഇന്നത്തെ കാലത്ത് ഗൂഗിളും യൂട്യൂബും ChatGPT ജെമിനി എല്ലാ ടൂളും എല്ലാവർക്കും അക്സസിബിൾ ആണ്. ഈ റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്ത് എല്ലാവർക്കും സ്വന്തമായിട്ടെല്ലാം പഠിക്കാനുള്ള കാര്യമേ ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ട് ഇത്രയും റിസോഴ്സസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇതൊക്കെ യൂസ് ചെയ്ത് ഒരു കരിയർ തന്നെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നില്ല, ലൈഫ് സെറ്റ് ആക്കുന്നില്ല? അതിന് മെയിൻ കാരണം സ്റ്റുഡൻസിന് ഈ 3 കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്. ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രക്ചർ, അക്കൗണ്ടബിലിറ്റി, അതുപോലെ തന്നെ മെന്റർഷിപ്പ്. അപ്പൊ ഈ 2026 നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന സേഫ് പാത്ത് ഏതാ? സേഫ് എന്നില്ല, ഒരു റിലവന്റ് പാത്താണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. കാരണം നമ്മളതിപ്പോൾ ഏത് ഫീൽഡ് നമ്മൾ ചുറ്റുമുള്ളത് എടുത്തു നോക്കിയാലും ലോ വാല്യൂ ഉള്ള, ഈസിലി പഠിച്ചെടുക്കാൻ പറ്റുന്ന, റിപ്പീറ്റീവ് ആയിട്ട് ചെയ്യുന്ന ഏത് പണിയായാലും പതിയെ അത് ഓട്ടോമേറ്റ് ആയിക്കൊണ്ടിരിക്കുക. ആ പണികളെല്ലാം റീപ്ലേസ് ആയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ലും കോഡും ഒക്കെ യൂസ് ചെയ്ത് നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുന്നതും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉള്ള എല്ലാവർക്കും വാല്യൂ കൂടിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ എയിം ഒരിക്കലും ഡിഗ്രി എടുക്കണം, ലൈഫ് എല്ലാം സെറ്റായി എന്നുള്ളതല്ല, നിങ്ങൾക്ക് മാർക്കറ്റിൽ ഫിറ്റ് ആവാൻ പറ്റുമോ എന്നുള്ളതാണ്. അതിനുവേണ്ടി പർട്ടിക്കുലർലി ഇപ്പോൾ IT ഫീൽഡിൽ ഡെവലപ്മെന്റ്, സൈബർ സെക്യൂരിറ്റി, ഡേറ്റാ സയൻസ്, അല്ലെന്നുണ്ടെങ്കിൽ അസിസ്റ്റഡ് പ്രോഗ്രാമിംഗ്, ഇതുപോലത്തെ ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഇതിലെല്ലാം നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പ്രോപ്പർലി ഹാർഡ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് ഹൈ ഇൻകവും കിട്ടും. IT ഫീൽഡിൽ ഇന്ന് ഒരാൾ വാങ്ങുന്ന സാലറി ആയിരിക്കത്തില്ല അടുത്ത വർഷം വാങ്ങുന്നത്, ഡബിളും ത്രിബിളും ആയിക്കൊണ്ടിരിക്കുക. കാരണം ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുക. സ്കിൽസ് ഉള്ളവന് എന്നും വാല്യൂ കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് യൂഷ്വലി വരാൻ പോകുന്ന ഒരു ഡൗട്ടാണ്, വരെയല്ലേ, എല്ലാ ഫീൽഡിലും ജോബ്സ് എല്ലാം പോയിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പൊ ഇനി നമ്മൾ വല്ലതും പഠിച്ചിട്ട് കാര്യമുണ്ടോ? നല്ല ചോദ്യമാണ്. പക്ഷെ കാൽക്കുലേറ്റർ വന്നപ്പോൾ കണക്കൂട്ടാൻ പഠിപ്പിച്ച മാത്സ് ടീച്ചറിന്റെ ജോലി പോയോ? ഇല്ല. അതുപോലെ ATM വന്നപ്പോൾ ബാങ്ക് എംപ്ലോയീസിന്റെ ജോലി പോയോ? ഇല്ല. സോ അഡാപ്റ്റ് ചെയ്യുന്ന ഒരു സർവൈവ് ചെയ്യും. ഇപ്പോഴും പല ടൂൾസ് ആയിട്ടാണ് അവൈലബിൾ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഈ ടൂൾസ് യൂസ് ചെയ്യാത്തവരെ റീപ്ലേസ് ചെയ്യും. അപ്പൊ ഈ ടൂള് നിങ്ങൾ പഠിക്കുകയോ പഠിക്കാതിരിക്കുകയോ ചെയ്യാം. പഠിച്ചാൽ നിങ്ങൾക്ക് സർവേ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ചോയ്സ് ആണ്. അത് മാത്രമല്ല, മെഷീൻ ലേണിങ്ങും ഇതുപോലത്തെ പുതിയ ഏരിയാസ് വരുമ്പോൾ അവിടെയും കുറച്ചും കൂടെ ജോബ് ഓപ്പണിങ്സ് വരെയാണ്. യൂഷ്വലി ഉള്ള ജോബ്സിന്റെ കൂടെ തന്നെ ഇതുപോലത്തെ ജോബ് ഓപ്പണിങ്സും ആഡപ്പ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ജോബ് മാർക്കറ്റിൽ കാണും, പക്ഷെ ജോലി ചെയ്യുന്ന രീതി വരുമ്പോൾ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വന്നുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പൊ ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ 3 ഓപ്ഷൻസ്, അതായത് ഒരു +2 കഴിഞ്ഞ സ്റ്റുഡൻസിന് ആപ്ലിക്കബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 3 ഓപ്ഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റത്തെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഓപ്ഷൻ Tier 1 കോളേജസ് ആണ്. നിങ്ങൾക്ക് IIT, NIT, IIM പോലത്തെ Tier 1 കോളേജസിൽ അഡ്മിഷൻ കിട്ടുമെന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി ജോയിൻ ചെയ്തോ. കാരണം അവിടെ കിട്ടുന്ന എക്സ്പോഷർ, പിയർ നെറ്റ്വർക്ക്, അവിടുത്തെ ലെക്ചേഴ്സ് എടുക്കുന്ന ടീച്ചേഴ്സ് അവരെല്ലാം ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ളവരാ. അവർ ഇതിന്റെ കൂടെ തന്നെ പല റിസർച്ച് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാ. അപ്പോൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അത് മാത്രമല്ല, ഈ IIT പോലത്തെ കോളേജസിൽ കയറണമെന്നുണ്ടെങ്കിൽ തന്നെ നല്ല ഹെവി വർക്കൗട്ട് ഇടണം. അപ്പോൾ ഇതുപോലത്തെ വർക്കൗട്ട് ഇട്ട് സക്സസ് ആയവരാണ് നിങ്ങളുടെ ഫ്രണ്ട്സ്, കൂടെ ഉള്ളവർ. അപ്പം നമ്മുടെ ചുറ്റുമുള്ള 5 പേരുടെ ആവറേജ് ആണ് നമ്മളെന്ന് യൂഷ്വലി പറയാറുള്ളത്. അപ്പം നമ്മളെ കൂടെ അവിടെ നിൽക്കുന്ന എല്ലാവരും ആ ഒരു ലെവലിലായതുകൊണ്ട് നമ്മുടെ ഗ്രോത്തും ആ ഒരു ലെവലിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു 3-4% ആൾക്കാർക്ക് ഇതിൽ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അത്ര കോമ്പറ്റീഷൻ ആണ് ഈ Tier 1 കോളേജസിലെ സീറ്റ്സിന് വേണ്ടി ഉള്ളത്. ഈ Tier 1 കോളേജസിലൊക്കെ കയറാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ എൻട്രൻസ് ടെസ്റ്റ് എഴുതണം, JEE പോലത്തെ. അപ്പോൾ അതിന്റെ ഒരു ഡിഫിക്കൽട്ടി എത്രയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു റിപ്പോർട്ട് പറഞ്ഞുതരാം. ഏകദേശം 16 ലക്ഷം സ്റ്റുഡൻസ് ആണ് ഈ എക്സാമിന് അപ്പിയർ ചെയ്യുന്നത്. പക്ഷേ ഈ Tier 1 കോളേജസ് ആയ IIT, NIT, IIIT ഇങ്ങനത്തെ കോളേജസിൽ എല്ലാം കൂടെ 52,000 സീറ്റ്സേ ഉള്ളൂ. ഈ 52,000-ലധികം സീറ്റ്സേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതിൽ 11,000 സീറ്റ് മാത്രമേ കമ്പ്യൂട്ടർ സയൻസിനുള്ളൂ. അതായത് Tier 1 കോളേജസിലെ സീറ്റ്സ് കിട്ടണതിന്റെ സക്സസ് റേറ്റ് എത്രയെന്ന് വെച്ചാൽ 3.29% ആണ്. അതായത് ഏതെങ്കിലും Tier 1 കോളേജസിൽ കയറണമെന്നുണ്ടെങ്കിൽ അതിന്റെ സക്സസ് റേറ്റ് 3.29% ആണ്. അത് CS കമ്പ്യൂട്ടർ സയൻസിലാണെന്നുണ്ടെങ്കിൽ 0.71% ആണ്. ഇത്ര ഡിഫിക്കൽട്ട് ആണ്. പക്ഷേ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. അടുത്ത രണ്ടാമത്തെ ഓപ്ഷനാണ് സെൽഫ് ലേണിംഗ്. നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പും വീട്ടിലൊരു ഇന്റർനെറ്റ് കണക്ഷനും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിലിരുന്ന് തന്നെ ഒരു നല്ല അടിപൊളി കരിയർ സെറ്റ് ചെയ്യാം. അങ്ങനെയാണ് കൊറോണ ടൈമിൽ ഓൺലൈൻ റിസോഴ്സസ് മാത്രം യൂസ് ചെയ്ത് ഞാൻ എൻ്റെ കരിയർ സെറ്റ് ചെയ്തത്. ഞാൻ +2 കഴിഞ്ഞ ഉടനെ തന്നെ
ഒരു 1 lakh സാലറി ഉള്ള ജോബാണ് ലാൻഡ് ചെയ്തത്. അതും ഓൺലൈനിലുള്ള എല്ലാ ഫ്രീ റിസോഴ്സസും യൂസ് ചെയ്ത്. ഫ്രീ ആയിട്ട് ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. യൂട്യൂബ് ഉണ്ട്, ഫ്രീ കോഡ് ക്യാമ്പ് ഉണ്ട്, അതുപോലെ പല ഫോറിൻ യൂണിവേഴ്സിറ്റീസ് അവരുടെ ലെക്ചേഴ്സ് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇട്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ കാണാം. പിന്നെ ഇന്നത്തെ കാലത്ത് ഉണ്ട്, എപ്പം വേണമെങ്കിലും അതിൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കാം, ക്ലാരിഫൈ ചെയ്യാം, പഠിക്കാം, സെറ്റാക്കാം. പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അക്കൗണ്ടബിലിറ്റി ഇല്ല, എല്ലാവരും ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കത്തില്ല. പക്ഷെ ഒരു 5% പേർക്കേ അത് പറ്റത്തുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ ഇല്ലാതെയും ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരുന്ന് വർക്കൗട്ട് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സ്കിൽസ് സെറ്റ് ചെയ്യാനും നല്ല ഹൈ പേയിങ് കരിയർ സെറ്റ് ആക്കാനും പറ്റും. ഇതിപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് പഠിക്കണമെങ്കിൽ പോലും നിങ്ങൾക്ക് ടയർ 1 കോളേജിൽ നിന്ന് തന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള ഒരു വഴിയുണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അടുത്തൊരു ഓപ്ഷനാണ് ബ്രോ ക്യാമ്പ്. ബ്രോ ക്യാമ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബ്രോട്ടോടൈപ്പ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഇൻഡസ്ട്രിയിലെ സ്റ്റുഡൻസിന്റെയും അതുപോലെ തന്നെ ബാക്കി കോളേജസും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ എല്ലാ പ്രോബ്ലംസും മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് റിസർച്ചസ് നടത്തിയിട്ട് ഇതിലെ ഓരോ പ്രോബ്ലംസും സ്പെസിഫിക്കലി സോൾവ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത ഒരു എക്സ്ക്ലൂസീവ് പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം ഒരു 12 month ഇന്റൻസീവ് ആയിട്ടുള്ള ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ പ്രോഗ്രാമാണ്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റുഡൻറ് വരികയാണെന്നുണ്ടെങ്കിൽ വീക്ക്ലി എന്ത് പഠിക്കണമെന്ന് നമ്മൾ മൊഡ്യൂൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഈ പഠിക്കേണ്ട കാര്യങ്ങൾ അവർ സ്വന്തമായിട്ട് തന്നെ പഠിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ സോഫ്റ്റ്വെയർ കമ്പനിയിൽ എപ്പോഴും സ്വന്തമായിട്ടാണ് പഠിക്കുന്നത്. ഓരോ പുതിയ ടെക്നോളജി വരുമ്പോൾ പഠിക്കുകയും അത് അപ്ലൈ ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഈ ടോപ്പിക് എല്ലാം സ്റ്റുഡൻറ് പഠിക്കുന്നു, ഇതിൽ പ്രൊജക്റ്റ് ചെയ്യുന്നു. ഇതിന് ശേഷം ഇത് കറക്റ്റാണോ പഠിച്ചതെന്ന് വെരിഫൈ ചെയ്യണമല്ലോ. ഇതിവിടെ ടീച്ചേഴ്സ് അല്ല വെരിഫൈ ചെയ്യുന്നത്, നമ്മളെ ഈ പ്രോഗ്രാമിൽ ടീച്ചേഴ്സേ ഇല്ല. ഈ പഠിച്ചത് വെരിഫൈ ചെയ്യുന്നത് മെന്റേഴ്സ് ആണ്. ആക്ച്വൽ വലിയ കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന പലരും നമ്മളെ കൂടെ പാർട്ട്ണറപ്പ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ നിങ്ങളോട് ഒരു ഇന്റർവ്യൂവിൽ എങ്ങനെയാണ് കോൾ ഇരിക്കുന്നത് അതുപോലെ ഇരുന്ന് നിങ്ങൾ ചെയ്ത ഓരോ പ്രൊജക്റ്റിനെ പറ്റിയും ഈ ലൈൻ ഓഫ് കോഡ് എന്താണ് ചെയ്യുന്നത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുകയും അതിന് പുറത്ത് ഓരോ കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചത് ക്ലിയർ ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് പാസ്സാക്കുകയും ഫെയിൽ ആക്കുകയും ചെയ്യും. പാസ് ആവണമെന്നുണ്ടെങ്കിൽ മാത്രമേ അടുത്ത വീക്കിലെ ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഈ വീക്ക് നിങ്ങൾ റിപ്പീറ്റ് അടിക്കണം. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഈ പ്രോഗ്രാം അവസാനിക്കുമ്പോൾ ഫുൾ കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കും. അത് മാത്രമല്ല, നിങ്ങൾ ഇവിടെ ബിൽഡ് ചെയ്യുന്നത് റിയൽ വേൾഡ് പ്രൊജക്ട്സ് ആണ്. അപ്പോൾ നിങ്ങളൊരു കമ്പനിയിലോട്ട് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഈ പ്രൊജക്ട്സ് ചെയ്ത എക്സ്പീരിയൻസും നിങ്ങൾക്ക് അവിടെ കാണിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു കമ്പനിയിൽ കയറിയ പ്രൊജക്ട്സ് ചെയ്യാൻ വേണ്ടി Day 1 തൊട്ട് വേണമെങ്കിലും പ്രൊജക്ട് ചെയ്ത് തുടങ്ങാം. പിന്നെ പല സ്റ്റുഡൻസിലും വരുന്ന ഒരു പ്രശ്നമാണ്, കോളേജൊക്കെ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിന് കയറുമ്പോൾ അവർക്ക് ഇന്റർവ്യൂ എടുക്കാൻ ഒരു ഫിയർ കാണും. പക്ഷെ നമ്മുടെ സ്റ്റുഡൻസിന് ഫിയർ വരത്തില്ല. കാരണം ഈ ഓരോ വീക്കിലെ റിവ്യൂ കഴിയുമ്പോഴും അത് ആക്ച്വൽ ഇന്റർവ്യൂ പോലെയാണ് പോകുന്നത്. അപ്പോൾ ഈ 12 month കഴിയുന്നതും അവർക്ക് പിന്നെ ഒരു ഫിയറും കാണത്തില്ല ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി. ഇനി നിങ്ങൾ ഈ പ്രോഗ്രാമിന്റെ റിസൾട്ട് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. കാരണം 2300-ലധികം സ്റ്റുഡൻസ് നമ്മൾ ഇവിടെ നിന്ന് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അതും മന്ത്ലി ആവറേജ് 40,000 രൂപ സാലറിക്കാണ് പ്ലേസ്ഡ് ആയത്. ഈ ഒരു പ്രോഗ്രാമിലൂടെ തന്നെ +2 കഴിഞ്ഞ് ഇവിടെ ജോയിൻ ചെയ്ത് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തിട്ട് മന്ത്ലി ലക്ഷങ്ങൾ വാങ്ങുന്ന സ്റ്റുഡൻസും നമ്മളെ ഇവിടെ നിന്ന് തന്നെ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അതും ഈ പ്രോഗ്രാം വന്ന് കംപ്ലീറ്റ് ചെയ്യുന്ന 98% സ്റ്റുഡൻസും പ്ലേസ്ഡ് ആവുന്നുണ്ട്. ഇതൊരു 12 മാസത്തെ പ്രോഗ്രാമിന്റെ റിസൾട്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ 3-4 വർഷത്തെ ഒരു ഡിഗ്രി പ്രോഗ്രാമിന്റെ റിസൾട്ട് അല്ല ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾക്ക് നമ്മുടെ അലുമിനീസിനെ കാണണമെന്നുണ്ടെങ്കിൽ brototype.com/alumni എന്ന വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റിൽ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ നിന്ന് പ്ലേസ്ഡ് ആയ സ്റ്റുഡൻസിനെ എല്ലാം കാണാൻ പറ്റും. അതും അവരുടെ ആവറേജ് സാലറിയും എത്ര പേര് പ്ലേസ്ഡ് ആയെന്ന് കാണാൻ പറ്റും. അത് മാത്രമല്ല, ഇവിടെ ഫിൽട്ടർ അലുമിനി എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ക്വാളിഫിക്കേഷന്റെ ഭാഗത്ത് +2 ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും +2 കഴിഞ്ഞ് എത്ര പേര് ഇവിടെ വന്ന് പ്ലേസ്ഡ് ആയെന്ന്. ഇനി നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ പ്ലേസ്ഡ് ആയ സ്റ്റുഡൻസിനെയും കാണാൻ പറ്റും. അത് മാത്രമല്ല, ഇതിൽ നമുക്കിപ്പോൾ സ്റ്റുഡൻറ്റിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എത്ര സാലറിക്കാണ് വർക്ക് ചെയ്യുന്നത്, പ്ലേസ്ഡ് ആയ ടൈമിൽ എത്ര സാലറിക്കാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവരെല്ലാവരും ചെയ്തത് ഇത്രയേ ഉള്ളൂ, സ്കില്ല് സെറ്റ് ചെയ്തു, ജോബിന് കയറി. അപ്പോൾ ഇങ്ങനെ സ്കില്ല് സെറ്റ് ചെയ്യുമ്പോൾ സർട്ടിഫിക്കറ്റ് വേണ്ടേ എന്ന് പലരും ചോദിക്കും. സർട്ടിഫിക്കറ്റിനെക്കാട്ടിയും വാല്യൂ സ്കിൽസിന് തന്നെയാണ്. ഇപ്പൊ ഗൂഗിള്, ആപ്പിള്, ടെസ്ല ഇതുപോലത്തെ കമ്പനീസ് എല്ലാവരും സ്കില്ല് നോക്കി തന്നെയാണ് ഹയർ ചെയ്യുന്നത്. ഈവൻ ആപ്പിളിന്റെ ടിം കുക്ക് 2019 പറഞ്ഞിട്ടുണ്ട്, 2018 അവർ ഹയർ ചെയ്തതിൽ 50% കാൻഡിഡേറ്റ്സും ഡിഗ്രി ഇല്ലാത്തവരായിരുന്നു എന്ന്. ഞാനിവിടെ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞ 2 ഓപ്ഷൻസ് ഉണ്ടല്ലോ, ബ്രോ ക്യാമ്പും സെൽഫ് ലേണും. ഈ 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് +2-ൽ CS തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഏത് ബ്രാഞ്ചാണ് നിങ്ങൾ ചൂസ് ചെയ്തെങ്കിലും ഇത് 2 നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാന്നേ ഉള്ളൂ. ഇനി ഞാൻ ആദ്യമേ പറയാമെന്ന് പറഞ്ഞാൽ ബോണസ് ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ബോണസ് ടിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളിപ്പോൾ ഈ ഓപ്ഷൻസ് ഒക്കെ കേട്ടപ്പം ഒരു ഡൗട്ട് വന്ന് കാണും. ഇപ്പോൾ ഞാൻ ടയർ 1 കോളേജസിൽ പോയാൽ എനിക്ക് ഡിഗ്രി കിട്ടും, ജോബ് കിട്ടും, എനിക്ക് സ്കില്ല് സെറ്റാക്കാം, കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാം, വേറെ ലെവലാവും. പക്ഷേ
രണ്ടാമത്തെ ഓപ്ഷനും മൂന്നാമത്തെ ഓപ്ഷനും എടുത്താൽ എനിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ലല്ലോ. ജോബ് കിട്ടുമായിരിക്കും, സ്കില്ല് കിട്ടുമായിരിക്കും, പക്ഷെ നാട്ടുകാരെ കാണിക്കാനും വീട്ടുകാരെ കാണിക്കാനും ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണ്ടേന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ പേഴ്സണലി ഡിഗ്രി എടുക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനും മൂന്നാമത്തെ ഓപ്ഷനിലും ഡിഗ്രി ഒരു കോളേജിൽ പോയി ഡിഗ്രി എടുക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾക്കൊരു സൊല്യൂഷനാണ് ഞാൻ തരുന്നത്. നിങ്ങളിപ്പം സെൽഫ് ലേണിംഗ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടയർ 1 കോളേജിൽ നിന്ന് ഡിഗ്രി കിട്ടും. എങ്ങനെയാണെന്ന് വെച്ചാൽ IIT മദ്രാസിന്റെ ഓൺലൈൻ ഡിഗ്രി ഉണ്ട്, ഓൺലൈൻ BS ഡിഗ്രി. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നേ ഉള്ളൂ. അത് നല്ലൊരു ബെസ്റ്റ് കോംബോയാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിഗ്രിയും കിട്ടും, ജോബും കിട്ടും. അല്ല നിങ്ങൾക്ക് ബ്രോ ക്യാമ്പിൽ ജോയിൻ ചെയ്യാനാണ് ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ ഈ 1 ഇയർ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് ഡിഗ്രി എടുക്കാനും പറ്റും. ബ്രോ ക്യാമ്പ് ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഡിഗ്രി പ്രോഗ്രാമും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ബ്രോ ക്യാമ്പ് പ്രോഗ്രാം നിങ്ങൾ 1 ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് ജോബിന് വേണ്ട സ്കില്ല് കിട്ടുന്നുണ്ട്. നമ്മുടെ പ്ലേസ്മെന്റിലോട്ട് കയറി നല്ലൊരു പ്ലേസ്മെന്റ് കിട്ടുന്നു, ഹൈ ഇൻകം സാലറി ഉള്ള ഒരു ജോബ് കിട്ടുന്നു. അതുമാത്രമല്ല ബ്രോ ക്യാമ്പ് കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ ഡിഗ്രിയും നമ്മുടെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കംപ്ലീറ്റ് ആവുന്നു. പിന്നെ നിങ്ങൾ ഈ ജോബ് ചെയ്ത് ലൈഫ് എൻജോയ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഈവനിങ് ഒരു 1 or 2 hours നിങ്ങൾക്ക് ഫ്രീ ആകുമ്പോൾ ബാക്കിയുള്ള ഡിഗ്രി ഇയേഴ്സും കംപ്ലീറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഒരു 4 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ ഒരു 3 ഇയർ വർക്ക് എക്സ്പീരിയൻസ് കാണും, ഡിഗ്രി കാണും, ഹൈ ഇൻകം സാലറി കാണും. മറിച്ച് നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ് നോർമൽ ഒരു ഡിഗ്രി റൂട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഒരു നോർമൽ ഡിഗ്രിയും കാണും, അവർ ജോബ് ഹണ്ടിങ് നടത്തിക്കൊണ്ടിരിക്കുന്നതേ ഉണ്ടായിരിക്കുള്ളൂ. നിങ്ങൾക്ക് ആൾറെഡി അറിയാലോ, ഡിഗ്രി മാത്രം കംപ്ലീറ്റ് ചെയ്യുന്ന 57% ആൾക്കാർക്കും ജോബ് കിട്ടുന്നില്ലെന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ +2 കഴിഞ്ഞാണല്ലോ ഇരിക്കുന്നത്, അപ്പോൾ ഒരു 18 അടുപ്പിച്ച വയസ്സ് കാണും. ഇപ്പോൾ ഈ ഒരു മൂമെന്റിൽ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ ഡൗട്ട് കാണും, കൺഫ്യൂഷൻ ആയിരിക്കും. അത് നോർമലാണ്. പക്ഷെ ഇൻഫോംഡ് ആയിട്ട് തന്നെ നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കണം. എല്ലാവരും പോകുന്ന വഴി കറക്റ്റ് ആവണമെന്നില്ല. ഫാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും കിട്ടാന്ന് പറയുന്നതും കറക്റ്റ് ആയിട്ടുള്ള ഒരു വേ അല്ല. പക്ഷെ നിങ്ങൾ മാർക്കറ്റ് റെഡിയായി ഒരു റിസൾട്ട് കിട്ടും എന്നുള്ളൊരു വേ ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അതാണ് കറക്റ്റ് ആയിട്ടുള്ള പാത്ത്. എനിക്ക് സ്കില്ലുണ്ട്, ഡയറക്ഷൻ ക്ലിയർ ആണ് എന്നൊരു പാത്തിലോട്ടാണ് നിങ്ങൾ എത്തേണ്ടത്. അപ്പൊ ഇനി നിങ്ങൾക്ക് ബ്രോ ക്യാമ്പിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കരിയർ എക്സ്പേർട്സുമായിട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഒരു കോൾ ബുക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രോബ്ലംസോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും നിങ്ങളുടെ ഗോളും ഇതെല്ലാം പറയാം. അതിനുശേഷം ഇതെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം ഈ ഒരു വേ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഒരു വഴിയാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ടീം നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഇത് ഫിറ്റ് ആയിട്ടുള്ള പാത്താണോ അല്ലയോ എന്ന് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതാണ്. വേറെ കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല, നിങ്ങൾക്ക് പെർഫെക്റ്റ്ലി ക്ലാരിറ്റി കിട്ടുന്നതാണ്. അപ്പൊ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ +2 കഴിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും ഫ്രണ്ട്സ് ഗ്രൂപ്പിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോ. അവരും ഈ വീഡിയോ കണ്ട് കരിയർ പാത്ത് സെറ്റ് ചെയ്തോട്ടെ. അപ്പൊ ഇതുപോലത്തെ കരിയർ അഡ്വൈസും ടെക് വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. ഇറ്റ്സ് മീ ജോബിൻ സൽവാനോസ് സൈനിങ് ഔട്ട്.